നല്ല ചിത്രങ്ങളെ എന്നും ഇരുകൈ നീട്ടി സ്വീകരിച്ച ഇൻഡസ്ട്രിയാണ് മലയാളത്തിൻ്റേത്. ഇതിലും ഒരിക്കലും സ്റ്റാർ വാല്യൂ സൂപ്പർ താരങ്ങളുടെ അകമ്പടി വേണ്ടെന്ന് ഇതിനോടകം പ്രേക്ഷകരുടെ തെളിവുകൾ നൽകിയിരുന്നു. എങ്കിലും ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒട്ടനവധി പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി പുതുമുഖ സംവിധായകൻ അണിയിച്ചൊരുക്കിയ വാഴ 2 തിയേറ്ററിലെ കുതിപ്പ് തുടരുന്നത്. സവിൻസാർ സംവിധാനം ചെയ്ത ഹാഷർ, അലൻ, അജിൻ, വിനായക് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ വാഴ 2 ഇതിനകം 200 കോടിയിലധികമാണ് തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ സമാന ജോണറിൽ മാർച്ച് 19 തിയേറ്ററിലെത്തിയ തമിഴ് ചിത്രം യൂത്തിനും വ്യാഴയുമുള്ള താരതമ്യം ചെയ്തുകൊണ്ടുള്ള സിനിമാ പേജിലെ പോസ്റ്റാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. നവാഗതനായ കെൻ കരുണാദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നാഗനായി അഭിനയിച്ച ചിത്രം 83 കോടിയോളമാണ് തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയത്. ഒരു നവാഗതന്റെ ചിത്രമെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും വാഴ 2 കിട്ടിയ പോലെ സ്വീകരണം എന്തുകൊണ്ട് യൂത്തിന് കിട്ടാതിരുന്നതെന്ന് പലരും ചോദിക്കുന്ന ചോദ്യം. മോളിവുഡിനേക്കാൾ വലിയ മാർക്കറ്റാണ് കോളിവുഡിനുള്ളതെന്ന ഉത്തരം ചർച്ചകളുടെ അടിസ്ഥാനവും. വലിയ താരങ്ങളുടെ റിലീസൊന്നും ഇല്ലാതിരുന്നിട്ടും തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് റിവ്യൂ ലഭിച്ച യൂത്തിന് 83 കോടി മാത്രമാണ് നേടാനായത്. മറുവശത്ത് വമ്പൻ ഹൈപ്പിലെത്തിയ മലയാളത്തിൽ തന്നെ ഹിറ്റ് ഫ്രാഞ്ചൈസി ആടിൻ്റെ മൂന്നാം ഭാഗം തിയേറ്ററിൽ ഉണ്ടായിരുന്നിട്ടും വാഴ 2 വലിയ വിജയമാണ് മലയാളികൾ സമ്മാനിച്ചതും. തമിഴ് സിനിമാ പ്രേക്ഷകർ എപ്പോഴും കഥയേക്കാൾ പ്രാധാന്യം നായകന് പ്രാധാന്യം നൽകുന്നതാണ് ഇതെന്നും അതേസമയം മലയാളത്തിൽ നല്ല ചിത്രങ്ങൾക്കാണ് മുൻഗണന എന്നതുമാണ് ഇത്തരത്തിൽ സ്ഥിതിവിശേഷം എന്നാണ് പലരുടെയും വിലയിരുത്തൽ. വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങൾ 500 കോടിയിലധികം നേടാൻ കെൽപ്പുള്ള തമിഴ് ഇൻഡസ്ട്രിയിൽ പോലും പോസിറ്റീവ് ലഭിച്ച ചിത്രത്തിന് 83 കോടി മാത്രമാണ് നൽകാൻ സാധിച്ചതെന്നും ഈ വാദത്തിന് ശക്തി പകരുന്നു.